എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. നമ്മള് കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഏത് റെസ്റ്റോറന്റിലും ഒരു 90% റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഐറ്റം ഉണ്ടാവും, ഒരു സീ ഫുഡ് ഐറ്റം, കലമാരി. അത് എല്ലാ റെസ്റ്റോറന്റിലും ഒരു സ്റ്റാപ്പിളാണ്, അവരുടെ അപ്പിറ്റൈസറിൽ പെട്ടതാണ് കലമാരി ഫ്രൈ. കലമാരി എന്നല്ലേ നമ്മുടെ കൂന്തല് ഫ്രൈ. അപ്പൊ ആ സെയിം സാധനം കുറച്ച് നമ്മുടേതായ ഒരു ടച്ചൊക്കെ വരുത്തി അതേപോലെ തന്നെ ഞാൻ പ്രസന്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പൊ നോക്കല്ലേ, അപ്പൊ ഒന്ന് ഞെക്കിയേക്ക് ഏത് സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പൊ ഫുൾ വീഡിയോ നമുക്ക് നോക്കിയാലോ. നമുക്ക് തിക്കായ മോര് അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു ബോൾ എടുക്കാം കേട്ടോ. മൈദ, ഉപ്പ്, ലെമൺ സെസ്റ്റ്, കുരുമുളക് പൊടി, വെളുത്തുള്ളിയുടെ പൊടി, പാപ്രിക്ക, മുളക് പൊടി, കടുകിന്റെ പൊടി. നന്നായിട്ട് യോജിപ്പിക്കാം നമുക്ക്. നമ്മളാ മാരിനേറ്റ് ചെയ്ത് വെച്ച കലമാരി, നമ്മുടെ ക്യാപ്സിക്കം, സപ്പോള, നമുക്ക് പെപ്പർ അല്ലെങ്കിൽ അലപ്പിനോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിക്കിൾ ചെയ്ത് വെച്ച ഇഞ്ചി, ഇനി അതിനൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓയിൽ വെക്കാം കേട്ടോ കലമാരി ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമുക്കിനി നമ്മൾ ആ ഫ്ലവർ മിക്സ് വെച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുന്നിൽ ചെയ്യരുത് കേട്ടോ. എക്സ്ട്രാ വല്ല ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് കളയാട്ടോ. നമുക്ക് ആ കലമാരി ഇനി ഫ്ലവർ ടെസ്റ്റിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ഇനി അത് ആ ഫ്ലവർ മിക്സിൽ കോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഞാൻ കലമാരി ഒരു സ്റ്റെയറിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഇനി അതിൽ എക്സ്ട്രാ ഫ്ലവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ കളയാട്ടോ. നമ്മൾ ഈ കലമാരി ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 മിനിറ്റ് അല്ലെങ്കിൽ താഴെ അതിൻ്റെ മുകളിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത് കേട്ടോ. കുക്ക് ചെയ്ത ഈ സാധനം റബ്ബറാവും. നമ്മൾ ആലോചിക്കേണ്ട പോയി അത് കുക്കായിരിക്കും. നമ്മൾ ഇന്ത്യയിൽ ഇതിനെ ആദ്യം സോഫ്റ്റ് ആക്കിയിട്ട് ഒരു ഇതുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സാധനം ടെമ്പർ ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സോഫ്റ്റ് ആവും. ആ മെത്തേഡാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ബീഫിനും അത് തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. അങ്ങനെ ഒന്ന് കുക്കാവും. ജസ്റ്റ് ആ സോഫ്റ്റ്നെസ് എടുത്താൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതല്ലാണ്ട് പിന്നെ നമ്മൾ വീണ്ടും അത് റബ്ബറാക്കി വീണ്ടും സോഫ്റ്റ് ആക്കണം നമ്മൾ ഇന്ത്യയിൽ ചെയ്യണം. പക്ഷെ ഇത് അതിന്റെ ആവശ്യമില്ല കേട്ടോ. വെറും 1 മിനിറ്റിന് താഴെ നിങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ച് ആ ചൂട് നോക്കി ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൽ താഴെ ഒരിക്കലും അതിന്റെ കൂടുതൽ കുക്ക് ചെയ്യരുത്, റബ്ബറാവും. നമ്മുടെ ഓയിൽ ചൂടായിട്ട് നമുക്കിനി കലമാരി വറുത്ത് കോരാട്ടോ. നമുക്ക് ഈ കലമാരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോൾ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇടരുത് കേട്ടോ. കാരണം നമ്മൾ ചെറുതാന്ന് വെക്കണം. ഇതിന് വലിയ പാത്രമായിരിക്കും, അതിനുള്ള ചൂട് വേണം. അപ്പോഴാണ് ആ സാധനം നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ കലമാരി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. നമുക്കത് 1 മിനിറ്റ് അതിൻ്റെ കൂടുതൽ കുക്ക് ചെയ്യരുത് കേട്ടോ. കലമാര റെഡി ആയിട്ട് നമുക്ക് പുറത്ത് പോരാട്ടോ.
നമുക്കിനി വറുത്ത് പോരാട്ടോ. നമ്മള് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് കലമാരി ഇത് കൂന്തല്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അതിന് നമുക്ക് ഇച്ചിരി നാരങ്ങ നീര് അങ്ങോട്ട് മുകളിലങ്ങോട്ട് സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കല്ലേ. നാരങ്ങയൊക്കെ പിഴിഞ്ഞുണ്ട് നോക്കിയേ, കലമാരി നന്നായിട്ട് കോട്ടായുണ്ട്. നോക്കിയേ നല്ല ക്രിസ്പാണ് നോക്കിയേ. അടിപൊളി ക്രിസ്പാണ്, സോഫ്റ്റ് ആണ്, ജ്യൂസി ആണ്. പെപ്പർ അതും കിട്ടണം. എന്താന്നല്ലേ നമ്മുടെ ഇഞ്ചി എന്താ ആ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. സബോള എല്ലാം കൂടി ആവുമ്പോ ചുട്ടു ഫ്ലേവേഴ്സ് അതിൻ്റെ. പിന്നെ ഞാനിവിടെ സോസായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ നാടൻ സാധനം, നമ്മുടെ നാളികേരവും ടൊമാറ്റോയും കൂടുള്ള ചട്നിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതിന്റെ കൂടെ ടേസ്റ്റ് നോക്കാം. കിട്ടുവോ ഒന്നും പറയാനില്ല, അതും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഞാൻ തിന്നോണ്ടിരിക്കും. ആസ്വദിച്ചു തിന്നാം. എങ്ങനെയാ ആസ്വദിച്ചു. ഇവിടെ റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടുന്നത് ഒന്നല്ലെങ്കിൽ ഒരു തൈരിന്റെ സോസ്, കസക്കി എന്ന് പറയും. തൈരും പിന്നെ നമ്മള് കുക്കുംബറൊക്കെ ഇട്ടിട്ട് സോസ്, അതല്ലെങ്കിൽ ഗാർലിക് സോസ്, കറി കെച്ചപ്പ്, അങ്ങനെ പല പല സോസുകൾ, അല്ലെങ്കിൽ അയ്യോളി, അങ്ങനെയൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുക. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ കൊടുക്കുന്നത് ഗാർലിക് സോസും ഇന്ത്യൻ കറി കെച്ചപ്പും, അതാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അത് ഒന്നുകൂടി ഒന്ന് വ്യത്യാസപ്പെടുത്തി നമ്മുടെ സോസാക്കി. ഏത് നമ്മുടെ ചമ്മന്തി, നാളികേരവും തക്കാളി, ഇതും അടിപൊളി കോമ്പിനേഷൻ. ഇങ്ങനെ ആസ്വദിച്ച് ഇതിനെ മാത്രം പോരട്ടാ. ഒന്ന് ഹെൽപ്പ് ചെയ്തോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ. പുതിയ റെസിപ്പി നമുക്ക് പിന്നെ പറയാം.